إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره هو أنشأكم من الأرض واستعمركم فيها فاستغفروه ثم توبوا إليه إن ربي قريب مجيب صدق الله العظيم أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله قال الله سبحانه وتعالى في القرآن المجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അള്ളാഹുവിനെ പരിപൂർണമായി തഖ്വ ചെയ്ത് ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ലോകതലത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. 1973 മുതൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനപ്രകാരം എല്ലാ ജൂൺ 5-നും നമ്മൾ പരിസ്ഥിതി ദിനം ആചരിച്ചു വരുന്നുണ്ട്. ഈ വർഷം പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നുള്ളതാണ്. ഇൻസ്പയർഡ് ബൈ നേച്ചർ, പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഫോർ ക്ലൈമറ്റ്, ഈ കാലാവസ്ഥയ്ക്ക് വേണ്ടി, ക്ലൈമറ്റിന് വേണ്ടി, പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഫോർ അവർ ഫ്യൂച്ചർ, നമ്മുടെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സന്ദേശം. ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആരംഭത്തിൽ ഓതിയ ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദിലെ 61-ാമത്തെ ആയത്താണ്. വളരെ മനോഹരമായ ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇലാ സമൂദ അഖാഹും സ്വാലിഹ. സമൂദ് സമുദായത്തിലേക്ക് അവരുടെ സഹോദരനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നാം നിയോഗിച്ചു, പ്രവാചകനായിട്ട് നിയോഗിച്ചു. എന്നിട്ട് അദ്ദേഹം തൻ്റെ ജനതയോട് ആദ്യമായിട്ട് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, അല്ലയോ എൻ്റെ ജനതയെ, ഉഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, ആ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യൻ നിങ്ങൾക്കില്ല, മറ്റൊരു റബ്ബ് നിങ്ങൾക്കില്ല, മറ്റൊരു ദൈവം നിങ്ങൾക്കില്ല. ഹുവ അൻശഅകും മിനൽ അർളി, ആ അല്ലാഹുവാണ് ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത്. വസ്തഅമറകും ഫീഹാ, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഭൂമിയിലേക്ക് നിങ്ങളെ നിയോഗിച്ചു, ഭൂമിയുടെ ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിച്ചു. വസ്തഅമറകും ഫീഹാ എന്നുള്ള വാക്ക് അതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ജഅലകും ഉമ്മാറൻ ഫീഹാ. വസ്തഅമറകും ഫീഹാ എന്നതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയുടെ, ഈ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങളെ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുകയാണ്. ഭൂമിയിലുള്ള ഓരോ മനുഷ്യരും ഈ പരിസ്ഥിതിയെ, ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ അനിവാര്യത മനസ്സിലാക്കണം. അവന്റെ ദൗത്യമാണ്, അവന്റെ ബാധ്യതയാണ് ഈ പരിസ്ഥിതിക്ക് ഒരു കോട്ടവും തട്ടാതെ സംരക്ഷിക്കുക എന്നുള്ളത്. ലോകത്ത് ഒരു മതത്തിനും പറയാൻ കഴിയാത്ത, ഒരു വേദഗ്രന്ഥത്തിനും പറയാൻ കഴിയാത്ത മനോഹരമായ ആശയമാണ് വിശുദ്ധ ഖുർആൻ ഇതിലൂടെ മാനവ ലോകത്തിന്റെ മുന്നിൽ തുറന്നു വെക്കുന്നത്. വസ്തഅമറകും ഫീഹാ, കേവലം ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോവാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന നിയോഗം, മറിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ഈ ഭൂമിയുടെ സംരക്ഷകരായിട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വഹാദാ യദുല്ലു അലാ വുജൂബി ഇമാറത്തിൽ അർളി ലിസ്സറാഅ. ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അർത്ഥം, ആശയം എന്നുള്ളത് വുജൂബി ഇമാറത്തിൽ അർളി ലിസ്സറാഅ, ഈ ഭൂമിയെ സംരക്ഷിക്കുക, ഈ പരിസ്ഥിതിയെ സുരക്ഷിതമായിട്ട് നോക്കുക എന്നുള്ളത് നമ്മുടെ വാജിബാണ്, നമ്മുടെ നിർബന്ധമായ കടമയാണ്. ലിസ്സറാഅത്തി, കൃഷി ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ വൽ ഗർസി, മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട്, വൽ അബ്നിയത്തി, ഈ പ്രകൃതിക്ക് അനുയോജ്യമായ രൂപത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട്, വഹഫ്രിൽ അൻഹാരി, അതുപോലെ തന്നെ മനോഹരമായ അരുവികൾ, പുഴകളൊക്കെ നിർമ്മിച്ചുകൊണ്ട് ഈ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. 1973 ആദ്യമായിട്ട് പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ഒരു ദിവസം പോലും പ്രഖ്യാപിക്കുന്നത്. അതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, മനുഷ്യന്റെ നിർബന്ധ ബാധ്യതയാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത്. ഈ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റിപ്പോകും. നമ്മൾ അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൂട് അമിതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. മഴയുടെ സമയത്ത് മഴ ലഭിക്കുന്നില്ല, ചൂട് സമയത്ത് പലപ്പോഴും മഴ പെയ്യുന്നു. അതുപോലെ തന്നെ വനങ്ങൾ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണത്താൽ വനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ മനുഷ്യരാണ് ഈ അടുത്ത കാലത്തായിട്ട്, ഈ കഴിഞ്ഞ മാസം പോലും എത്രയോ മനുഷ്യർ ആനയുടെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു. എന്തുകൊണ്ടാണ്? ആനക്ക് വസിക്കാനുള്ള വനം നമ്മൾ നശിപ്പിക്കുമ്പോൾ ആ വനത്തിൽ താമസിക്കുന്ന ആനകൾ നാട്ടിലേക്ക് ഇറങ്ങി വരികയാണ്. അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുകയാണ്. അതുപോലെ തന്നെ ജലമലിനീകരണം, ശുദ്ധമായ വെള്ളം ഇന്ന് പലയിടത്തും നമുക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ ചില പ്രവൃത്തികൾ കാരണത്താൽ ഇവിടെയുള്ള ജലസ്രോതസ്സുകളെല്ലാം മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വായുമലിനീകരണം, അമിതമായ നമ്മുടെ വാഹനങ്ങളുടെ ഉപയോഗം, അതുപോലെ തന്നെ ഫാക്ടറികളുടെ ഉപയോഗം, ഇതൊക്കെയും കാരണമായി നമ്മുടെ വായു ഇന്ന് മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മണ്ണിന്റെ നാശം. കർഷകർ പണ്ടത്തെ പോലെ ജൈവികമായ കൃഷിയേക്കാൾ അവർ ലക്ഷ്യമിടുന്നത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ലാഭമുണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അമിതമായ രാസവളങ്ങൾ പ്രയോഗിക്കുന്നു. അത് കാരണത്താൽ മണ്ണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അമിതമായ ഉപഭോഗ സംസ്കാരം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. എല്ലാ വസ്തുക്കളും, കറണ്ടാകട്ടെ, വെള്ളമാകട്ടെ, ഇതൊക്കെയും അമിതമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് കാരണത്താൽ വൈദ്യുതിയുടെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ പറഞ്ഞു തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ചൂട് കൂടുന്നത്? എന്താണ് നമുക്ക് കൃത്യമായ അളവിൽ മഴ ലഭിക്കാത്തത്? അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ അത് അമിതമായി പോകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് സൂറത്തുർ റൂമിലെ
ആയത്തിലൂടെ കരയിലും കടലിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അല്ലാഹു പറയുന്നു ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യരുടെ ചെയ്തികൾ കാരണത്താലാണ്. മനുഷ്യർ പ്രവർത്തിക്കുന്ന പല പ്രവർത്തനങ്ങളും കാരണത്താലാണ് പ്രകൃതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു ലിയുദീഖഹും ബഅദല്ലദീ അമിലു, മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളുടെയൊക്കെ അനന്തരഫലത്തിൽ നിന്ന് അല്പമെങ്കിലും മനുഷ്യർ അനുഭവിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, കാലാവസ്ഥാ പ്രശ്നങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ നമുക്ക് നൽകുന്നത്. ലഅല്ലഹും യർജിഊൻ, അള്ളാഹു പറയുന്നു ഒരുപക്ഷെ മനുഷ്യർ ചെയ്യുന്ന പ്രശ്നങ്ങളുടെ അനന്തരഫലം അവൻ അനുഭവിച്ചുകൊണ്ടെങ്കിലും അതിൽ നിന്ന് അവൻ പിന്മാറിയേക്കാം എന്നതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രശ്നങ്ങളൊക്കെ നൽകുന്നത്. ലഅല്ലഹും യർജിഊൻ, ഒരുപക്ഷെ അവർ ഇതൊക്കെ അനുഭവിച്ചാൽ, ഇത് കാണുമ്പോൾ അവർ ചിന്തിച്ചേക്കാം, അവർ ആ പ്രകൃതിയുടെ തനിമയിലേക്ക് മടങ്ങിയേക്കാം, പഴയ സംസ്കാരത്തിലേക്ക് അവർ മടങ്ങിയേക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളക്കാർ, നമ്മൾ ഒരുപാട് പ്രളയങ്ങൾ കണ്ടു, ഉരുൾപൊട്ടലുകൾ കണ്ടു, എന്നിട്ട് നമുക്ക് മാറി ചിന്തിക്കാനുള്ള സമയം വന്നിട്ടില്ല. അല്ലാഹു പറയുകയാണ്, ഇതൊക്കെ അല്ലാഹു നൽകുന്നത് ലഅല്ലഹും യർജിഊൻ, നമ്മൾ മാറി ചിന്തിക്കാൻ വേണ്ടിയാണ്. പക്ഷെ മനുഷ്യർ മാറി ചിന്തിക്കുന്നില്ല. ഇപ്പോഴും പ്രകൃതിയിൽ അമിതമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. വൃക്ഷങ്ങൾ വെട്ടിമുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തടാകങ്ങൾ, അരുവികൾ, പുഴകൾ മണ്ണിട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. പാടങ്ങൾ മൂടിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ രംഗത്തും പ്രകൃതിയിൽ മനുഷ്യർ ക്രൂരമായ രീതിയിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഈ പ്രകൃതിയുടെ താളം തെറ്റാൻ കാരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സാഹചര്യത്തിൽ ഒരു മുസ്ലിം എന്ന നിലയിൽ, ഒരു മുഅ്മിൻ എന്ന നിലയിൽ നമ്മൾ നിർവഹിക്കേണ്ട ചില കർത്തവ്യങ്ങളുണ്ട്. ഒന്നാമത്തെ കർത്തവ്യം, പ്രകൃതിയിൽ നമ്മൾ അമിതമായി കൈവെക്കരുത് എന്നുള്ളതാണ്. പ്രകൃതിയിൽ അമിതമായി കൈവെക്കാൻ പാടില്ല. അനാവശ്യമായി വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കാൻ പാടില്ല. എത്രത്തോളം എന്നാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് വേണ്ടി സൈന്യത്തെ അയക്കുമ്പോൾ പോലും അവരോട് പറയുമായിരുന്നു, നിങ്ങൾ വൃക്ഷങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. ഉസാമ റളിയല്ലാഹു അൻഹുവിനെ സൈന്യത്തിന്റെ തലവനായി യാത്ര അയക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാം. അദ്ദേഹം പറയുകയാണ്, വലാ തഅഖിറു നഖ്ലൻ വലാ തഹ്ദിഖൂഹു, നിങ്ങൾ സൈന്യത്തിന്റെ സൈനാധിപനാണ്, അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വലാ തഅഖിറു നഖ്ലൻ, ഒരു ഈന്തപ്പനെ നിങ്ങൾ മുറിച്ചു മാറ്റരുത്. വലാ തഹ്ദിഖൂഹു, ഒരു ഈന്തപ്പനക്ക് നിങ്ങൾ തീ കൊടുക്കരുത്. വലാ തഖ്തഉ ശജറതൻ മുസ്മിറതൻ, ഫലം കായ്ക്കുന്ന മരങ്ങൾ നിങ്ങൾ മുറിച്ചു മാറ്റരുത് എന്ന് ഒരു സൈന്യാധിപനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. യുദ്ധത്തിന്റെ സമയത്ത് പോലും ഇതാണ് ഒരു മുഅ്മിനിന്റെ നിലപാട് എങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മരം മുറിച്ചു മാറ്റുമ്പോൾ, അനാവശ്യമായി നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ചെടികൾ നമ്മൾ പിഴുതു കളയുമ്പോൾ നമ്മുടെ മനസ്സിൽ വേദന വേണം, പ്രയാസം വേണം. ഇത് എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവാദം നൽകാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രകൃതിയിൽ അമിതമായിട്ട് ഇടപെടാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇസ്രാഫിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ ജീവിതത്തിലുടനീളം നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയമാണ്, നിങ്ങൾ ഇസ്രാഫ് കാണിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലും ഒരുപാട് ആയത്തുകൾ കാണാം. കുലു വഷ്റബു വലാ തുസ്രിഫു, കുലു, നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ തിന്നുകൊള്ളിൻ, വഷ്റബു, നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ കുടിച്ചുകൊള്ളിൻ, പക്ഷെ വലാ തുസ്രിഫു, നിങ്ങൾ ഇസ്രാഫ് കാണിക്കാൻ പാടില്ല, അമിതമായി ഉപയോഗിക്കാൻ പാടില്ല. അമിത ഉപയോഗ സംസ്കാരം ഇന്ന് മനുഷ്യർക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാതെ കരണ്ട് ഉപയോഗിക്കുന്നു, ആവശ്യമില്ലാതെ വെള്ളം ഉപയോഗിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തെ താളം തെറ്റിച്ച് കളയും, പ്രകൃതിയെ നശിപ്പിക്കും. ഹദീസിൽ വരുന്നുണ്ട്, ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വുദൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബി സഅദിൻ വഹുവ യതവല്ലഉ, സഅദ് റളിയല്ലാഹു അൻഹു വുദൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തുകൂടെ നടന്നുപോയി. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഹാദ സറഫു, സഅദേ, ഇതെന്താണ്?
അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കുകയാണോ? വുദൂഇന് വേണ്ടി ഇത്ര വെള്ളം വേണോ? ഫഖാല, അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, അഫിൽ വുദൂഇ ഇസ്റാഫുൻ, വുദൂഇലും ഇസ്റാഫുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി നമ്മളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട മറുപടിയാണ്. നബി തങ്ങൾ പറഞ്ഞു, നഅം, സഅദേ, വുദൂ ചെയ്യുമ്പോഴും നീ വെള്ളം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, വഇൻ കുൻത അലാ നഹ്രിൻ ജാരി, ഒഴുകുന്ന വെള്ളത്തിലാണ്, പുഴയിലാണ് നീ വുദൂ ചെയ്യുന്നത് എങ്കിൽ പോലും നീ നിനക്ക് ആവശ്യമുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ പോലും നിനക്ക് ആവശ്യമുള്ള വെള്ളം മാത്രമേ നീ ഉപയോഗിക്കാവൂ എന്ന് സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ വിഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അത് വെള്ളമാകട്ടെ, വൃക്ഷങ്ങളാകട്ടെ, ഇതൊക്കെയും അല്ലാഹു മനുഷ്യർക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷെ അതൊന്നും അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം, നമ്മൾ പ്രകൃതിയിൽ ഇടപെടുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, എന്ത് വസ്തു ഉപയോഗിക്കുമ്പോഴും അത് അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, കൃഷി ചെയ്യുക എന്നുള്ളതാണ്. കൃഷി ചെയ്യുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റവും പ്രതിഫലം വാഗ്ദാനം ചെയ്ത മഹാകർമ്മമാണ്, അമലാണ് കൃഷി ചെയ്യുക എന്നുള്ളത്. നമ്മൾ നമസ്കരിക്കുന്നത് പോലെ ഒരു കർമ്മമാണ്, ഒരു അമലാണ് കൃഷി ചെയ്യുക എന്നുള്ളത്. നമുക്ക് എത്രയാണോ സ്ഥലമുള്ളത് ആ സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നിർബന്ധമായും കൃഷി ചെയ്യണം. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ആരെങ്കിലും ഒരു സ്ഥലത്ത് കൃഷി ചെയ്യാതെ വെറുതെ ആ സ്ഥലം ഇട്ടിരിക്കുന്നത് കണ്ടാൽ ഉടൻ അത് പിടിച്ചെടുക്കും. എന്നിട്ട് ആവശ്യക്കാർക്ക് പാട്ടത്തിന് കൊടുക്കും, അവിടെ കൃഷി ചെയ്യാനുള്ള അനുവാദം കൊടുക്കും. ഉമർ റളിയല്ലാഹു ശൈലിയായിരുന്നു അത്. അഥവാ ഒരു ഇഞ്ച് സ്ഥലം പോലും കൃഷി ചെയ്യാതെ മാറ്റിവെക്കരുത് എന്ന നിർബന്ധ ബുദ്ധി ഉമർ റളിയല്ലാഹു ഉണ്ടായിരുന്നു. ഖിയാമത്ത് നാൾ സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞു, ആ സമയത്താണ് നിങ്ങളുടെ കയ്യിൽ ഒരു വൃക്ഷമുള്ളത്, ഒരു ചെറിയ തൈയുള്ളത് എങ്കിൽ നിങ്ങൾക്ക് നടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരാൻ പോവുകയാണ്. ആ വൃക്ഷം അവിടെ നട്ടതുകൊണ്ട് ഇനി ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. പക്ഷെ എങ്കിൽ പോലും ആ വൃക്ഷം അവിടെ നടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, മാമിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിം യഗ്രിസു ഖർസൻ ഔ യസ്റഉ സറഅൻ, ഒരു മരം നട്ടു അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്തു, ഫയഅകുലു മിൻഹു തയ്റുൻ, ആ കൃഷി ചെയ്തത് കാരണത്താൽ അവൻ അതിൽ നിന്നും ഒന്നും കഴിക്കാൻ പറ്റിയില്ല. കാരണം ഫയഅകുലു മിൻഹു തയ്റുൻ, പക്ഷികൾ അതിൽ നിന്നും കൊത്തിയെടുത്തു കൊണ്ടുപോയി, പക്ഷികൾ ഭക്ഷിച്ചു, അത് നഷ്ടപ്പെട്ടു പോയി. ഔ ഇൻസാനുൻ, അല്ലെങ്കിൽ ചില കള്ളന്മാർ അതിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി. ഔ ബഹീമത്തുൻ, അല്ലെങ്കിൽ നാൽക്കാലികൾ അത് ഭക്ഷിച്ചു പോയി. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇല്ലാ കാന ലഹു ബിഹി സദഖത്തുൻ, നാളെ പരലോകത്ത് സ്വതക്കയുടെ പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുമെന്നാണ്. നമ്മളൊരു വൃക്ഷം നട്ടു, അതിന്റെ ഫലം നമുക്ക് കഴിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല, പക്ഷികളും മൃഗങ്ങളും കള്ളന്മാരും ഒക്കെയാണ് അത് ഉപയോഗപ്പെടുത്തിയത് എങ്കിൽ നിങ്ങളുടെ മരത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുപോയ ഓരോ പഴത്തിനും പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് സ്വതക്കയുടെ പ്രതിഫലം നൽകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്രയും പുണ്യം നേടാൻ കഴിയുന്ന ഒരു മാർഗമാണ് കൃഷി ചെയ്യുക എന്നുള്ളത്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ കൃഷി ചെയ്യാൻ ശ്രമിക്കണം. കുറഞ്ഞ സ്ഥലമാണുള്ളത് എങ്കിൽ നമ്മുടെ ടെറസിന്റെ മുകൾ ഉപയോഗപ്പെടുത്തണം, നമ്മുടെ കുറഞ്ഞ സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തണം. നമുക്ക് ആവശ്യമായ വിഭവങ്ങളുടെ ചെറിയൊരു അംശമെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കണം. പ്രത്യേകിച്ച് നമുക്ക് ഇനി വരാൻ പോകുന്ന കാലഘട്ടമൊക്കെ എങ്ങനെയാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. എന്ത് വന്നാലും നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിനാവശ്യമായ വിഭവങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ് എങ്കിൽ നമുക്ക് ആ കാലഘട്ടത്തിലൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. എല്ലാത്തിനും ഉപരിയായി ഇത് വലിയൊരു കർമ്മമാണ്, ഒരു അമലാണ് എന്ന നിയത്തോടു കൂടി നമുക്കിത് ചെയ്യാൻ സാധിക്കണം. ഇങ്ങനെ നമ്മൾ പ്രകൃതിയിലേക്ക് മടങ്ങുകയാണ് എങ്കിൽ, നമ്മൾ കൃഷി ചെയ്യുന്നു, പ്രകൃതിയുടെ വസ്തുക്കൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നില്ല, നമ്മൾ പ്രകൃതിയിൽ മോശമായ രീതിയിൽ ഇടപെടുന്നില്ല എങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിൻ നാസ്. നമ്മുടെ ചെയ്തികൾ കാരണത്താലാണ് നമ്മൾ ഇന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അനുഭവിക്കുന്നത്.
നമ്മൾ നന്നായി കഴിഞ്ഞാൽ ഈ പ്രകൃതിയും നന്നാകും. നമ്മൾ നന്നായി കഴിഞ്ഞാൽ ഈ പ്രകൃതിയുടെ സംവിധാനങ്ങൾ, കാലാവസ്ഥ വ്യതിയാനങ്ങൾ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ പ്രകൃതിയെ സൂക്ഷ്മമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വരുന്ന തലമുറക്ക് ഈ പ്രകൃതിയെ സുരക്ഷിതമായിട്ട് കൈമാറുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രകൃതി എന്നുള്ളത് അല്ലാഹുവിന്റെ അമാനത്താണ്. നമ്മുടെ കയ്യിൽ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത് സ്വത്താണ്. അത് വരുന്ന തലമുറയിലേക്ക് സൂക്ഷ്മമായ രീതിയിൽ കൈമാറുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ സൂക്ഷ്മതയുള്ള ജീവിതം നമുക്ക് നയിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.